pimple hack, spit. Thuk. Yeah, it works. It's I mean, but the morning spit. So like, which is before breakfast. അതായത് സെലിബ്രിറ്റീസ് ഒന്നും സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാറില്ല. അവർ ഡെർമറ്റോളജിസ്റ്റിനെ കാണാറില്ല, മേക്കപ്പ് ചെയ്ത് മൂക്കുരു മറക്കാറില്ല, പിന്നെ അവർ വെള്ളം കുടിക്കാറില്ല, വ്യായാമം ചെയ്യാറില്ല, സ്കിൻ റൊട്ടീൻസുകളൊന്നുമില്ല. ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് വെറും തുപ്പൽ തൊട്ട് മൂക്കുരു മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. സ്കിന്നും മുടിയും കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്ടർ ടിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്തേക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെ വായ്ക്കകത്ത് നിറയെ ബാക്ടീരിയ ഉണ്ടാവും. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര ബാക്ടീരിയ ഉണ്ടോ അതിൻ്റെ 10 മടങ്ങ് ബാക്ടീരിയ രാവിലെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ രാത്രി പല്ല് തേക്കാതെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള തുപ്പലെടുത്ത് നമ്മൾ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവാൻ കാരണമാകുന്നുണ്ട്. നമ്മളെ തുപ്പലിനകത്ത് നിറയെ ബാക്ടീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ തുപ്പലിനകത്ത് നിറയെ എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസിന് ബാക്ടീരിയ കൊല്ലാനുള്ള കഴിവുണ്ട്. പക്ഷേ അത് വായ്ക്കകത്തുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ആ തുപ്പലെടുത്ത് നമ്മൾ സ്കിന്നിൻ്റെ പുറത്ത് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോയി സ്കിന്നിനകത്തുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവ് അതിനില്ല. അപ്പം ഇത്തരത്തിലുള്ള തുപ്പലെടുത്ത് നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവാനോ അല്ലെങ്കിൽ അത് പിമ്പിൾസിനെ വേഴ്സൺ ചെയ്യാനേ കാരണമാവുള്ളൂ. ഇനി പിമ്പിൾസ് കുറക്കാനുള്ള കുറച്ച് ടിപ്പുകൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് എണ്ണമയം കുറക്കുക എന്നുള്ളതിനാണ്. അതായത് ഓവറായിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ഇത്തരത്തിലുള്ള പിമ്പിൾസ് വരുന്നത്. അപ്പം സെബം കുറക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികൾ അടിഞ്ഞുകൂടി നമ്മളെ ഈ പോർസുകൾ അടഞ്ഞു പോയിട്ടുണ്ടാകും. അത് കാരണമാണ് പിമ്പിൾസ് വരുന്നത്. അപ്പം ആ പോർസുകൾ ക്ലീൻ ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ കുറക്കണം. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയ നശിപ്പിക്കണം. ഇനി ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ സ്കിന്ന് ഡാമേജായി സ്കിന്നിന് ഇലാസ്റ്റിറ്റി നഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ ഇതിനു വേണ്ടി തുപ്പലെടുത്ത് മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ തുപ്പൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും മാറ്റിയെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റീൽസ് കണ്ട് അവനവൻ്റെ മുഖം നശിപ്പിക്കാതിരിക്കുന്നതിനായിരിക്കും നല്ലത്. ഇനി ചില സമയത്ത് ചില ആൾക്കാർക്ക് ഇത് വർക്കൗട്ടായിന്ന് വരാം. അതായത് പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പിമ്പിൾസ് മാറും. അതിന് തുപ്പൽ തൊട്ട് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ബാക്ടീരിയ കൊണ്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അത് വേഴ്സൺ ആവാനും കാരണമാവുന്നുണ്ട്. നിങ്ങൾ തുപ്പൽ തൊട്ട് മൂക്കുരു എപ്പോഴെങ്കിലും മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.